ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് നമുക്ക് നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 2026 പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തതാണ്. അതായത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതായിരുന്നു. സോ നമ്മളിപ്പം നോക്കുന്നത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു പാസ് മാർക്കിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പാസ് മാർക്കൊക്കെ നമുക്ക് എന്തായാലും ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോസ് മീൻസ് വൺ വേർഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ വീഡിയോസിലായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. സോ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉള്ളത്, എസ്എ ചോദ്യങ്ങൾ, വൺ വേർഡ് ചോദ്യങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്കിപ്പോൾ പ്ലെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഓരോ ടോപ്പിക്സും ഓരോ ക്വസ്റ്റ്യൻസും ഒന്ന് പറഞ്ഞു പോവാം, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടീഷൻ നിങ്ങൾ എന്തായാലും എസ്എക്ക് കണക്കാക്കി 8 മാർക്കിന് പഠിച്ചിട്ട് പോവുക. വിഭജനം, ഓക്കെ, പാർട്ടീഷൻ റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് കോൺഗ്രസ് ഡോമിനൻസ്, അതായത് നമുക്കറിയാം ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസ് നടന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഡോമിനൻ്റ് ആയിട്ട് അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, കോൺഗ്രസിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി തുടരെ ഇത്തരത്തിൽ ഡോമിനൻ്റ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ടൊരു റിലേറ്റ് ചെയ്തിട്ടൊരു ഷോർട്ടസേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് 5 ഇയർ പ്ലാൻസ്, അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താണ്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്താണ്, അത് രണ്ട് നിങ്ങൾ നോക്കിയിട്ട് പോവുക. മൂന്നാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നമ്പറാണ് കേട്ടോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ മാർക്കൊന്നുമല്ല, ചാപ്റ്ററിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. സോ 4ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യ ആൻഡ് ചൈന വാർ, 1962 ഇന്ത്യ ചൈന തമ്മിൽ നടന്ന യുദ്ധം, അതൊരു 8 മാർക്കിന് എസ്എ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് എസ്എ ആയിട്ട് 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആക്ച്വലി അത് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധമാണ്. സോ 71 യുദ്ധം, അത് നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതേ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവ നയം എന്താണ്, ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി എന്താണ്, അതൊരു 3-4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ 4ാമത്തെ പാഠം റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, 1969 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് ഷോർട്ടസേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത 6ാമത്തെ പാഠത്തിൽ വരുന്ന സമയത്ത് എമർജൻസിയെ കുറിച്ചിട്ട്, അതായത് അടിയന്തരാവസ്ഥനെ ബേസ് ചെയ്തിട്ട് ഒരു എസ്എ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കഴിഞ്ഞ കൊല്ലത്തിൽ 8 മാർക്കിന് ചോദിച്ചത് എമർജൻസി ആയിരുന്നു കേട്ടോ. അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് എസ്എ ചോദിച്ചതായിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. എസ്എ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് 5 മാർക്കിനായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എമർജൻസി പഠിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി 7ാമത്തെ പാഠത്തിലോട്ട് വരുമ്പോൾ അതിനകത്തുള്ള പോപ്പുലർ മൂവ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എവിടെ വച്ചിട്ടുള്ളത്, ദളിത് പാന്തേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കുക, അതുപോലെ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റിനെ പറ്റി പഠിക്കുക. പിന്നെ NBA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദറ്റ് ഈസ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത് 3മാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിക്കകത്ത് വരുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ആ ചാപ്റ്ററിൽ നമ്മൾ വേറെ ചിപ്കോ മൂവ്മെൻറ്റും ഒക്കെ പഠിക്കുന്നുണ്ട്, ഭാരതീയ കിസാൻ യൂണിയനൊക്കെ പഠിക്കുന്നുണ്ട്. അതും ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അത് റിലേറ്റ് ചെയ്തിട്ട് വൺ വേർഡ്സോ എന്തെങ്കിലുമൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത 8ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാശ്മീർ ഇഷ്യൂ, കാശ്മീർ പ്രശ്നം, ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു വീഡിയോ പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. കാശ്മീർ ഇഷ്യൂ പഠിക്കണമെന്നുള്ളവർ അത് കണ്ടുപഠിച്ചാൽ മതിയാവും. അത് ഷോർട്ടസേക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി പഞ്ചാബ് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. 8ാമത്തെ പാഠത്തിൽ തന്നെയാണ് വരുന്നത്. പഞ്ചാബ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിൽ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ പറ്റിയിട്ടും, പിന്നെ അവസാനം ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജീവ് ഗാന്ധിയും ലോങ്കോവാളും ചെയ്യുന്നൊരു പഞ്ചാബ് സന്ധി ഒപ്പുവയ്ക്കുന്ന കാര്യമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആ പഞ്ചാബ് സന്ധി റിലേറ്റ് ചെയ്തിട്ടൊക്കെ, പഞ്ചാബ് കരാർ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ പഞ്ചാബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതേ 8ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഓക്കെ, വടക്ക് കിഴക്ക് ഇന്ത്യനെ പറ്റിയിട്ട് 8 മാർക്കിന് എസ്എക്ക് ചോദിക്കാറുണ്ട്.
വരാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ഒക്കെ ആയാലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അറിഞ്ഞൂടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയാൽ മതി, ആ ഒരു വീഡിയോ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും, കണ്ടുപഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് 5 മേജർ ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ ഒരു കാലത്ത് ഉണ്ടായ 1990s ഉണ്ടായ 5 പ്രധാനപ്പെട്ട വികസനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. അതൊരു 5 മാർക്കിനൊക്കെയോ അല്ലെങ്കിൽ 8 മാർക്കിനോ ഒക്കെ നമുക്കൊരു എസ്സേ ലെവലിൽ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ, കൂടുതലും ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 5 മേജർ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ്. 10ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ഇത് ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. ഇനി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് 8 മാർക്കിന് എസ്സേ ചോദിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. ഓക്കെ, 11ാമത്തെ ചാപ്റ്ററിലാണ് ഇത് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ, നമ്മുടെ USSR ഉണ്ടല്ലോ, എങ്ങനെയാണ് തകർന്നു പോയത്, അതിനുള്ള കുറേ റീസൺസ് പറയുന്നുണ്ട്, അതിൻ്റെ കോൺസിക്വൻസസ് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഗോർബച്ചേവിൻ്റെ റിഫോംസ്, ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ പറ്റിയിട്ട് അതിനകത്ത് പഠിക്കുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഇനിയും നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോവുക. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ 8 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ സെക്ഷനിൽ വരാം. ഓക്കെ, ഇനി അടുത്ത ആ 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു ടോപ്പിക്കാണ് ഷോക്ക് തെറാപ്പി. ഓക്കെ, ഷോക്ക് തെറാപ്പി എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാറുണ്ട്. ഷോക്ക് തെറാപ്പി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഷോക്ക് തെറാപ്പി. ഇനി നെക്സ്റ്റ് 12ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് ഹെജ്മണി, US ഹെജ്മണി. ഓക്കെ, അതായത് അമേരിക്കൻ അധീശത്വം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. ഹെജ്മണി റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 8 മാർക്കിന് എസ്സേയോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ലെവലിൽ ഷോർട്ട് എസ്സേയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും എസ്സേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഹെജ്മണി എസ്സേ, ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്ട്രക്ചറൽ പവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഇനി യൂറോപ്യൻ യൂണിയൻ, അതാണ് ഞാൻ EU എന്നിട്ടിട്ടുള്ളത്. 13ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ് യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിൻ്റെ ഇപ്പോഴത്തെ ഫ്യൂച്ചേഴ്സ്, അതിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാറുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. 8 മാർക്കിന് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് എസ്സേക്കായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. 11ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ 13ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ ആസിയാൻ പില്ലേഴ്സ്, ആസിയാൻ്റെ 3 പില്ലേഴ്സ്, 3 തൂണുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ 1 വേർഡിനോ ഒക്കെ വന്നിട്ടുമുണ്ട്. ഇനി റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, അതും 13ാമത്തെ പാഠത്തിനകത്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റൈസ് ഓഫ് ചൈനീസ് എക്കോണമി, നമ്മുടെ ചൈനീസ് സമ്പത്ത് വ്യവസ്ഥ എങ്ങനെയാണ് ഉദയം ചെയ്തത്, എങ്ങനെയാണ് ഇന്ന് കാണുന്ന ലെവലിൽ ആയത് എന്നുള്ള കാര്യമാണ് അത് പറയുന്നത്. അതൊരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട്, കൂടുതലും മേ ബി ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ തന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചൈനീസ് എക്കോണമിയുടെ വളർച്ച ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി നെക്സ്റ്റ് ശ്രീലങ്കയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അത് ആക്ച്വലി ഞാൻ ബ്രേക്കറ്റിൽ അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അത് 14ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ, 14ാമത്തെ സൗത്ത് ഏഷ്യനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിനകത്താണ് ശ്രീലങ്കയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. 14ാമത്തെ പാഠത്തിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. അവിടെ 13 കിടക്കുന്നത്. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്കാണ്. സോ 14ാമത്തെ ചാപ്റ്ററിലുള്ള ശ്രീലങ്കൻ ഇഷ്യൂ, ശ്രീലങ്കയിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ നമുക്ക് ചോദിക്കാറുണ്ട്. നല്ല ഈസിയാണത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയായാലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത അതേ 14ാമത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, കുറച്ച് ശത്രുതയുണ്ട്, ആൻഡ് ഓൾസോ കുറച്ച് ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അതായത് കുറച്ച് നല്ല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ളത്. ഓക്കെ, ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 14ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കൂ, നമ്മുടെ 15ാമത്തെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് യുഎന്നിൻ്റെ ഓർഗൻസ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ ആ പേരുകളും അതിൻ്റെയൊക്കെ ഫ്യൂച്ചേഴ്സും ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക, ഈസിയാണ്. ദെൻ റിഫോംസ് ഓഫ് UN, അതായത് യുണൈറ്റഡ് നേഷൻസിൽ ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്ന കുറേ പരിഷ്കാരങ്ങൾ, ശീതയുദ്ധത്തിന് ശേഷം, അതായത് കോൾഡ് വാറിന് ശേഷം കൊണ്ടുവന്ന കുറേ റിഫോംസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അത് നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാം. ഓക്കെ, പല മേഖലകളിൽ റിഫോംസ് കൊണ്ടുവരുന്ന
കൊണ്ടുവരുന്നുണ്ട്. കാണുമ്പോൾ ഒരു ചെറിയ ടോപ്പിക്കായിട്ട് തോന്നും, അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് 8 മാർക്കിന് എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് എസ് ആയിട്ടായാലും വരാം. ഓക്കെ, ദെൻ അടുത്ത് ഇന്ത്യ ആൻഡ് UN റിഫോംസ്. ഇതെല്ലാം 15ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. ഇന്ത്യ ആൻഡ് UN റിഫോംസ്, ഇന്ത്യയും UN പരിഷ്കാരങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതിൽ ബേസിക്കലി പറയുന്നത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ്. അതായത് ഇന്ത്യ UN റിഫോംസിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇന്ത്യയുടെ നിലപാട് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത്. അതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ 16ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ആദ്യമേ നമുക്കൊരു വലിയ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. സെക്യൂരിറ്റിയുടെ ട്രഡീഷണൽ നോഷൻസിനെ പറ്റിയിട്ടും നോൺ ട്രഡീഷണൽ നോഷൻസിനെ പറ്റിയിട്ടുമാണ് അവിടെ പഠിക്കേണ്ടത്. ട്രഡീഷണൽ നോഷൻസിനകത്ത് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, ഇൻറ്റേർണൽ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ പിന്നെ നോൺ ട്രഡീഷണൽ നോഷൻസ്. ഇതിൽ നിന്ന് എങ്ങനെ വേണോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഷോർട്ട് എസ് ആയിട്ടോ essay ആയിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് പറ്റുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കുക. ഓക്കെ, 16ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ആ ഒരു 16ാമത്തെ ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ്. അതായത് ഇന്ന് നമ്മുടെ ലോകം, അല്ലെങ്കിൽ ഇന്ന് ലോക രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ഭീഷണികൾ എന്തൊക്കെയാണ്, പുതിയ രീതിയിലുള്ള ഭീഷണികൾ, ത്രെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ലെവലുള്ള ത്രെറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സിനകത്ത് പഠിക്കാനുള്ളത്. കുറേ ത്രെറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിനകത്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിഞ്ഞൂടാത്തവർ ആ ഒരു വീഡിയോ കണ്ട് സെറ്റാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 17ാമത്തെ ചാപ്റ്ററാണ്. അതിനകത്ത് ഇന്ത്യാസ് സ്റ്റാൻഡ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ടോപ്പിക്കെങ്കിലും നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോവുക. അതായത് ഇന്ത്യ ഈ പറയുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്, ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, അത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഷോർട്ടസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ സ്റ്റാൻഡ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലെ, ഒത്തിരി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇതിനോടൊക്കെ ഇന്ത്യ എന്താണ് പറയുന്നത്, ഓക്കെ, ആ ഒരു കാര്യമാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. 17ാമത്തെ പാഠത്തിലാണ്, നോക്കിയിട്ട് പോവുക. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഗ്ലോബലൈസേഷൻ കോസസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കോൺസിക്വൻസസ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് ആഗോളവൽക്കരണം എന്നുള്ള കാര്യം പഠിക്കണം. ആൻഡ് ഓൾസോ അതിൻ്റെ കോസസ്, എന്തുകൊണ്ട് ഗ്ലോബലൈസേഷൻ ഉണ്ടായി, കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾ നോക്കുക. ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കോൺസിക്വൻസസ് അല്ലേ, രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെ തന്നെ സാംസ്കാരികവും പരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ടൂടെ നോക്കിയിട്ട് പോവുക. ഇതിങ്ങനെ കാണുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ കടൽ പോലെ ഉണ്ട്, അത്രയൊന്നും നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ കോൺസിക്വൻസ്, ഇതെല്ലാം കൂടി ബേസ് ചെയ്തിട്ട് ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് 8 മാർക്കിന് വേണമെങ്കിൽ എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കാം. അതൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് കോൺസിക്വൻസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ കോൺസിക്വൻസ്. അപ്പോൾ എങ്ങനെ വേണോ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. സോ പറ്റുന്ന പോലെ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, എല്ലാവരും പഠിച്ച് കഴിഞ്ഞവർ കഴിയാത്തവരായിക്കോട്ടെ എല്ലാവരും ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അറിയാവോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. ഇത് ഇത്രയും ക്ലിയർ ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് പോവുക. ഓക്കെ, ദെൻ ഇത് PYQs ഓറിയൻറ്റഡ് ആയിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് ഇത് മാത്രം നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഉറപ്പായിട്ട് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്ലേലിസ്റ്റിനകത്ത് വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേലിസ്റ്റ് കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഹോം പേജ് എടുക്കുക, പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിലോട്ട് പോവുക. അതിനകത്ത് +2 പൊളിറ്റിക്സ് പബ്ലിക് എക്സാം 2026 എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കയറി നോക്കുക. ആവശ്യമുള്ള വീഡിയോസൊക്കെ അതിനകത്ത് ഉണ്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ പൊളിറ്റിക്സ്
എന്താണ് ടഫായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കേൾക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പൊളിറ്റിക്സ് നമുക്ക് വായിക്കാൻ ഒത്തിരി ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ചോദിക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്, എന്താണ് അവിടുത്തെ ആശയം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ആശയം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എഴുതിയാൽ മതി. ഓക്കെ, അവിടെ നമ്മൾ കാണാപാഠം പഠിക്കേണ്ടേ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, ടെക്സ്റ്റിലുള്ള എല്ലാ സെൻറ്റൻസും അതുപോലെ തന്നെ നമുക്ക് എഴുതേണ്ട കാര്യമില്ല. മേജറുള്ള ആ പോയിന്റ് എന്താണോ കോൺസെപ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ദെൻ അത് നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, പൊളിറ്റിക്സ് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ദെൻ വൺ വേർഡ്സിൻ്റെ ഒക്കെ ആ പ്ലേലിസ്റ്റിനകത്തുണ്ട്, പ്ലേലിസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. എന്തായാലും ഈവനിങ്ങിലായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ ഇടാൻ പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കൂ, പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ.